തൃശൂർ താണിക്കുടം പുഴ നാശത്തിന്റെ വക്കിലാണ്. പുഴ നവീകരണത്തിനായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. മാലിന്യം നിറഞ്ഞ പുഴയിൽ ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ്. നിരവധി പേർ ആശ്രയിക്കുന്ന ജലസ്രോതസ് ഉപയോഗശൂന്യമായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഒരു നാടിന്റെ ജീവനാഡിയായ ജലസ്രോതസ് അനാസ്ഥയുടെ ബാക്കിപത്രമായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് താണിക്കുടം പുഴയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പക്ഷം. മാലിന്യങ്ങളും കയ്യേറ്റങ്ങളും കാരണം ഒഴുക്ക് നഷ്ടപ്പെട്ട പുഴയുടെ നവീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പുഴ നവീകരണത്തിനായി സർക്കാർ അനുവദിച്ച 5 കോടി രൂപ കൊണ്ട് ജലസേചന വകുപ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പരാതി. ഈ താണിക്കുടം പുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിൽ മാലിന്യം മാറ്റുന്നതും അതുപോലെ തന്നെ പുഴ വികസിപ്പിച്ച് അതിൻ്റെ കനാൽ ശക്തിപ്പെടുത്തുന്നതുമായുള്ള പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചത്. യാതൊരുവിധ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒന്നും തന്നെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. പുഴയോട് ചേർന്നുള്ള കയ്യേറ്റങ്ങളും അനധികൃത കൃഷിയും ഒഴിപ്പിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളാനിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന താണിക്കുടം പുഴ കട്ടിലപ്പൂവം, താണിക്കുടം, പൊങ്ങണങ്കാട്, പെരിങ്ങാവ് വഴിയാണ് ഒഴുകുന്നത്. മാലിന്യം മൂലം ഒഴുക്ക് പൂർണ്ണമായി നിലച്ച അവസ്ഥയുമുണ്ട്. മഴ ശക്തമായാൽ പുഴയിൽ നിന്നുള്ള വെള്ളം കൃഷിയിടത്തേക്ക് കയറുകയും ചെയ്യും. ഇവിടെ ഈ തടയണ നമുക്ക് കാണാം. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ഒരാളിത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവിടെ കൃഷിക്ക് അതേപോലെ കുടിവെള്ളത്തിന് വളരെ ഉപകാരപ്രദമായ വെള്ളം കിട്ടി നിൽക്കണേ. ഇതിനൊന്നും ഒരു മാർഗവും കാണാതെ ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിയിട്ട് ഒരു തട്ടിപ്പ് മാത്രമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പുഴ നവീകരണം. അത് ഈ തോടൊന്ന് കെട്ടി കിട്ടണം. എനിക്ക് ഈ കൊല്ലം വെള്ളം വന്നാൽ ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് 67 വയസ്സായി. എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ഞാൻ ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഇറിഗേഷനിൽ വിവരാവകാശം വെച്ച് നോക്കിയപ്പോൾ ഒരു പണിയും തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ പേരിൽ വെച്ചിട്ടുള്ള വിവരാവകാശത്തിൽ മറുപടി ലഭിച്ചേക്കണത്. ഇതുവരെയായിട്ട് തോട് യാതൊരു പണിയും തുടങ്ങിയിട്ടില്ല. പുഴ നവീകരണത്തിന്റെ ഭാഗമായി പുഴയിലെ 5 ചെറിയ ചെക്ക് ഡാമുകളുടെ നവീകരണവും ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. ചെക്ക് ഡാമുകൾ നവീകരിച്ചാൽ കർഷകർക്ക് ഇതിലെ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനോടൊപ്പം വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും ഇല്ലാതാകും. പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.